ഹായ് ഡിയേഴ്സ്, എല്ലാ കൂട്ടുകാർക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 4ാമത്തെ യൂണിറ്റാണ് കേട്ടോ. ദ ഹാപ്പി പ്രിൻസ് എന്ന യൂണിറ്റിൻ്റെ 3ാമത്തെ പാർട്ടാണ് നമ്മളിന്ന് ചെയ്തു നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 2 പാർട്ടിലായിട്ട് നമ്മൾ കഥയുടെ ഏകദേശം പകുതി ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? ഒരു സ്ഥലത്തൊരു പ്രിൻസ് ഉണ്ടായിരുന്നു. ആ പ്രിൻസിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? എപ്പോഴും ഏത് സമയം ഹാപ്പി ആയിരിക്കും അല്ലേ, സന്തോഷവാനായിരിക്കും. അതുകൊണ്ട് തന്നെ നാട്ടുകാർ അദ്ദേഹത്തെ എന്ത് വിളിച്ചു? ഹാപ്പി പ്രിൻസ് എന്ന് വിളിച്ചു. അങ്ങനെ ഹാപ്പി പ്രിൻസിൻ്റെ മരണത്തിന് ശേഷം നാട്ടുകാർ എന്ത് ചെയ്യുന്നു? ഒരു സ്റ്റാച്ചു, ഹാപ്പി പ്രിൻസിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു ഒരു കുരുവി വന്നിട്ട് ഹാപ്പി പ്രിൻസിൻ്റെ അടുത്ത് കൂടുകൂട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നു. അങ്ങനെ കുരുവിയോട് ഹാപ്പി പ്രിൻസ് തൻ്റെ സങ്കടങ്ങൾ പറയുന്നു. എൻ്റെ പേര് ഹാപ്പി പ്രിൻസ് എന്നാണെങ്കിൽ എനിക്ക് മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട്. കാരണം എന്താ, എൻ്റെ സ്റ്റാച്ചു ഇവിടെ ഈ സിറ്റിയുടെ ഒത്ത നടുക്ക് വെച്ചുകൊണ്ട് തന്നെ എൻ്റെ സിറ്റിയിലുള്ള ആളുകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും എല്ലാം എനിക്ക് കാണുന്നതിൽ എനിക്ക് ഒരുപാട് അധികം സങ്കടം വരുന്നു എന്ന് പറയുന്നു. അങ്ങനെ സ്റ്റാച്ചു തൻ്റെ ഒരു ആഗ്രഹം സോളോയോട് പറയുന്നു. എന്തായിരുന്നു? തനിക്ക് 2-3 പേരെ സഹായിക്കാൻ കഴിയുന്ന അത്ര ആളുകളെ സഹായിക്കണം എന്നുള്ളത് അല്ലേ. അങ്ങനെ ആദ്യം ഒരു പാവപ്പെട്ട ഒരു ഫാമിലിയിലുള്ളൊരു കുട്ടിക്ക് പനിയായിട്ട് വയ്യാതെ കിടക്കുകയാണ്. അമ്മയ്ക്ക് ആ കുട്ടി ഓറഞ്ചിന് വേണ്ടിയിട്ട് കരയുമ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ആ കുട്ടി പുഴയിലെ വെള്ളം കുടിച്ചാണ് വിശപ്പടക്കുന്നത്. അങ്ങനെ ഈ സ്റ്റാച്യൂയുടെ വാളിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന മാണിക്യം ആ കുട്ടിക്ക് കൊണ്ടുകൊടുക്കാനായിട്ട് പറയുന്നു. അങ്ങനെ ഈ സോളോ ആ കുട്ടിയുടെ വീട്ടിൽ അത് കൊണ്ടുപോയി കൊടുക്കുന്നു. രണ്ടാമതായിട്ട് ഒരാളെ സഹായിക്കാൻ എങ്ങനെയാണ്, ആ ലാൻഡിൽ ആ സിറ്റിയിൽ ഒരു എഴുത്തുകാരുണ്ടായിരുന്നു. ഒരു യുവ എഴുത്തുകാരനായിരുന്നു. അയാൾ ഒരു സ്കിറ്റ്, ഒരു നാടകം എഴുതുകയാണ്. അപ്പോൾ ഈ നാടകം എഴുതുന്നിടയിൽ അയാൾക്ക് ക്ഷീണിച്ചിട്ട് ഉറങ്ങുകയാണ്. തീരെ സമ്പാദ്യമില്ല, അപ്പോൾ ക്ഷീണിച്ചിട്ട് ഉറങ്ങുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? പ്രിൻസ് പറയുന്നു, എൻ്റെ കണ്ണ് കൊത്തിയെടുത്ത്, എൻ്റെ കണ്ണ് എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? പ്രിൻസിൻ്റെ റൂബി കൊണ്ടുണ്ടാക്കിയതാണല്ലേ. അപ്പോൾ ആ റൂബി കൊത്തിയെടുത്ത് നീ ആ റൈറ്റർക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. അപ്പോൾ സോളോ ആദ്യം എതിർക്കുന്നു. കാരണം എന്താ, അത്രയും മനോഹരമായ ഒരു പ്രിൻസിൻ്റെ കണ്ണ് കൊത്തിയെടുക്കുക എന്ന് പറയുന്നത് സോളോയ്ക്ക് ചെയ്യാൻ കഴിയുന്നതായിരുന്നില്ല. പക്ഷേ ഇത് പ്രിൻസിൻ്റെ ഒരു കമാൻഡ് ആയതുകൊണ്ട്, ഒരു ആജ്ഞ ആയതുകൊണ്ട് സോളോ അനുസരിക്കുന്നു. അങ്ങനെ പ്രിൻസിൻ്റെ ഒരു കണ്ണ് കൊത്തിയെടുത്ത് ഈ റൈറ്റർക്ക് കൊണ്ടു കൊടുക്കുന്നു. ഇനി ബാക്കിയുള്ള ഭാഗമാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ദ ലിറ്റിൽ ഗേൾ, ചെറിയ പെൺകുട്ടി എന്നർത്ഥം. The next day, the swallow flew back to the happy prince. അടുത്ത ദിവസം swallow ഈ ഹാപ്പി പ്രിൻസിൻ്റെ അടുത്തേക്ക് തന്നെ പോയി. എവിടെ നിന്ന്? റൈറ്ററുടെ അടുത്ത് നിന്നും ഹാപ്പി പ്രിൻസിൻ്റെ സ്റ്റാച്യൂവിൻ്റെ അടുത്തേക്ക് തന്നെ പോയി. I have come to bid you goodbye, he cried. Swallow, swallow, little swallow, said the prince. Will you not stay with me one night longer? It's winter, answered the swallow, and the chill snow will soon be here. Dear prince, I must leave you, but I will never forget you. അപ്പോൾ എന്താണ് ഉണ്ടായത്? അടുത്ത ദിവസം സോളോ പ്രിൻസിൻ്റെ അടുത്തെത്തുന്നു. എന്നിട്ട് പ്രിൻസിനോട് പറയുന്നു, എന്ത്, എനിക്ക് ഗുഡ് ബൈ പറയാൻ സമയമായി. സോളോ ഈജിപ്തിലേക്ക് പറക്കാൻ നിൽക്കണമല്ലേ, അപ്പോൾ എനിക്ക് പോകാൻ സമയമായി എന്ന് പറയുമ്പോൾ പ്രിൻസ് പറയുന്നു, എന്ത്, സോളോ ഒരു ദിവസം കൂടെ എൻ്റെ കൂടെ കഴിയുമോ? അപ്പോൾ സോളോ പറയുന്നു, ഇത് വിൻ്ററാണ്, മഞ്ഞുകാലമാണ്, എനിക്ക് ഇവിടെ ഉള്ള തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. In the square below, said the prince, there stand a little match girl. She has let her matches fall in the gutter, and they are all spoiled. Her father will beat her if she does not bring home some money. She has no shoes, no stockings, and no sweater. Pluck out my eyes. അപ്പോൾ വീണ്ടും പ്രിൻസ് സോളോയോട് ഒരാളെ കൂടെ സഹായിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണല്ലേ. അതാരാണ്? ഒരു ലിറ്റിൽ മാച്ച് ഗേളാണ്. എന്താണ്? തീപ്പെട്ടി വിൽക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയാണ് അല്ലേ. അപ്പോൾ ഈ പെൺകുട്ടിയുടെ പ്രശ്നം എന്താ? ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും ആ തീപ്പെട്ടികളെല്ലാം റോഡിനടുത്തുള്ള ഗട്ടറിൽ വീണു. ഗട്ടർ എന്ന് വെച്ചാൽ റോഡിനടികെയുള്ള ചെളിക്കുഴിയിലേക്ക് വീണു. അങ്ങനെ അവയെല്ലാം നനഞ്ഞു, അവന് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് പണവുമായിട്ട് വീട്ടിലേക്ക് ചെന്നില്ലെങ്കിൽ അവളുടെ അച്ഛൻ അവളെ അടിക്കും, ബീറ്റ് ചെയ്യും. അപ്പോൾ അവൾക്ക് എൻ്റെ കണ്ണുകൾ നീ പറിച്ചെടുത്ത് കൊടുക്കാനാണ് വീണ്ടും സോളോയോട് പ്രിൻസ് പറയുന്നത്. I cannot pluck out your eyes. You would be quite blind then, said the swallow. Swallow, swallow, little swallow, said the prince. Do as I command you. അപ്പോൾ എന്താണ്, പ്രിൻസിൻ്റെ ആകെ ഇനി ഒരു കണ്ണേ ബാക്കിയുള്ളൂ. അപ്പോൾ ആ ഒരു കണ്ണൂടെ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറയുന്നു? ആ കുട്ടിക്ക്, വയ്യാത്ത കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ സോളോ പറയുന്നു, എനിക്ക് അതിന് കഴിയില്ല. കാരണം എന്താണ്, ആ കണ്ണുകൂടെ എടുത്താൽ നിനക്ക് തീരെ കണ്ണ് കാണാതെ ആവും, നീ ക്വയറ്റ് ബ്ലൈൻഡ്, പൂർണ്ണമായും അന്ധനാവുമെന്ന് പറയുന്നു. അപ്പോൾ പ്രിൻസ് എന്ന് പറയുന്നു, ഇതെൻ്റെ കമാൻഡാണ്, ആജ്ഞയാണ്, അനുസരിക്കൂ എന്ന് പറയുന്നു. So he plucked out the prince's other eye and darted down with it.
ഹി സ്ലിപ്പ് ദ ജുവൽ ഇൻ ടു ദ പാം ഓഫ് ഹർ ഹാൻഡ്. അപ്പോൾ എന്താണ് ഇത് കേട്ടപ്പോൾ കമാൻഡ് ആയതുകൊണ്ട് തന്നെ സ്വോലോ പെട്ടെന്ന് തന്നെ പ്രിൻസിൻ്റെ കണ്ണുകൾ കുത്തിയെടുത്ത് പെട്ടെന്ന് തന്നെ പറന്നു പോയി. ഡാർട്ടഡ് ഡൗൺ എന്ന് വെച്ചാൽ, ഡാർട്ടഡ് എന്ന് വെച്ചാൽ പെട്ടെന്ന് വേഗത്തിൽ പറന്നു പോകുന്നതിനെയാണ് ഡാർട്ടഡ് എന്ന് പറയുക. ഹി സോ ദ ഗേൾ, ഹി സ്ലിപ്പ് ദ ജുവൽ ഇൻ ടു ദ പാം ഓഫ് ഹർ ഹാൻഡ്. ആ പെൺകുട്ടിയെ കണ്ടതും സ്വോലോ എന്ത് ചെയ്തു, തൻ്റെ കയ്യിലുള്ള റൂബി നേരെ ആ പെൺകുട്ടിയുടെ കൈവെള്ളയിലേക്ക് ഇട്ട് കൊടുത്തു. വാട്ട് എ ലവ്ലി ബിറ്റ് ഓഫ് ഗ്ലാസ് ക്രൈഡ് ദ ലിറ്റിൽ ഗേൾ ആൻഡ് ഷീ റാൻ ഹോം ലോഫിങ്. പെൺകുട്ടിക്ക് സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടിപ്പോയി. Then the swallow came back to the prince. You are blind now, he said, so I will stay with you always. No, little swallow, said the poor prince, you must go away to Egypt. I will stay with you always, said the swallow, and he slept at prince's feet. അപ്പോൾ എന്തായി, സ്വോലോ ഇത് ചെയ്തിട്ട് നേരെ പ്രിൻസിൻ്റെ അടുത്തേക്ക് പറന്നു വന്നിട്ട് എന്ത് പറഞ്ഞു, നീ ഇപ്പോൾ പ്രിൻസ് നിങ്ങളിപ്പോൾ പൂർണ്ണമായിട്ടും അന്ധനാണ്, ഒന്നും കാണില്ല നിങ്ങൾക്ക്, അപ്പോൾ അതുകൊണ്ട് ഞാനിനി ഈജിപ്തിലേക്ക് പോകുന്നില്ല, എന്നും അങ്ങയുടെ കൂടെ തന്നെ കഴിയാണ്, നിങ്ങളുടെ കാൽപാദത്തിൽ കഴിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രിൻസ് എന്ത് പറഞ്ഞു, അത് പറ്റില്ല സ്വോലോ, നീ പോവണം, എന്തായാലും നീ ഈജിപ്തിലേക്ക് പോകണമെന്ന് പ്രിൻസ് സ്വോലോയോട് പറഞ്ഞു. പക്ഷേ സ്വോലോ അത് കേട്ടിട്ടില്ല. ഐ വിൽ ഓൾവേസ് സ്റ്റേ വിത്ത് യു എന്ന് പറഞ്ഞു, അല്ലേ, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ കഴിയുമെന്ന് പറഞ്ഞിട്ട് പ്രിൻസിൻ്റെ കാൽപാദത്തിലേക്ക് ഇരുന്നു. ഇനി നമുക്കിതിലെ സൈഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ 17. വൈ ഡിഡ് ദ സ്വോലോ വോണ്ട് ടു ലീവ് ദ സിറ്റി? സ്വോലോയ്ക്ക് എന്തുകൊണ്ടാണ് ഈ സിറ്റിയിൽ നിന്നും പോകണമെന്ന് തോന്നിയത്? ആൻസർ, ബിക്കോസ് ഇറ്റ്സ് വിൻ്റർ ആൻഡ് ദ ചിൽ സ്നോ വിൽ സൂൺ ബി ദർ. അത് വിൻ്റർ ആയിരുന്നു, തണുത്ത മഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പോൾ എത്തും, അതുകൊണ്ടാണ് സ്വോലോയ്ക്ക് അവിടെ നിന്നും പോകാനായിട്ട് തോന്നിയത്. ക്വസ്റ്റ്യൻ 18. ഹൂ ഡിഡ് ദ പ്രിൻസ് വിഷ് ടു ഹെൽപ്പ് ദിസ് ടൈം? വൈ? ഈ തവണ പ്രിൻസിന് ആരെയാണ് സഹായിക്കാൻ തോന്നിയത്, എന്തുകൊണ്ട്? This time Prince wanted to help a little match girl because she has let her matches fall in the gutter and they are all spoiled. Her father will beat her if she does not bring home some money. She has no shoes, no stockings and no sweater. Question 19. Pick out the sentence that tell us that the swallow has a good heart. Answer, I cannot pluck your eye. You would be quite blind then. Next, you are blind now, so I will stay with you always. Next, I will stay with you always, said the swallow, and he slept at the prince's feet. The city sights. City sights എന്ന് വെച്ചാൽ സിറ്റിയിലെ കാഴ്ചകൾ. സൈറ്റ് എന്ന് വെച്ചാൽ കാഴ്ച എന്നാണ് കേട്ടോ അർത്ഥം. Dear little swallow, said the prince, fly over my city and tell me what you see there. The swallow flew over the great city and saw the rich making merry while the beggars were sitting at the gates. He flew into dark lanes and saw the white faces of starving children. അപ്പോൾ എന്താണ് പ്രിൻസ് സ്വോലോയോട് പറയുന്നത്, എന്ത്, സിറ്റിക്ക് മുകളിലൂടെ പറന്നിട്ട്, ഇപ്പോൾ പ്രിൻസിനൊന്നും കാണാൻ കഴിയുന്നില്ല, അപ്പോൾ സിറ്റിക്ക് മുകളിലൂടെ സ്വോലോയോട് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് സിറ്റിയിലെ കാഴ്ചകൾ എന്ന് എനിക്ക് വിവരിച്ചു തരൂ എന്ന് പറയുന്നു. അങ്ങനെ സ്വോലോ ആ വലിയ സിറ്റിക്ക് മുകളിലൂടെ പറക്കുന്നു. എന്നിട്ട് എന്തൊക്കെയാണ് കാഴ്ചകളാണ് കാണുന്നത്? വലിയ പണക്കാരായ ആളുകൾ അവർക്കിഷ്ടപ്പെട്ട ഭക്ഷണങ്ങളും മറ്റും ഉണ്ടാക്കിയിട്ട് ജീവിക്കുന്നത് സ്വോലോ കണ്ടു. അതേസമയം തന്നെ അവരുടെ വീടിൻ്റെ ഗേറ്റിന് മുന്നിലായിട്ട് ബെഗേഴ്സ്, പിച്ചക്കാർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നതും സ്വോലോ കണ്ടു. അതുപോലെ തന്നെ സ്റ്റാർവിങ് ചിൽഡ്രൻ, വിശന്ന് വലഞ്ഞ് നടക്കുന്ന കുട്ടികളുടെ മുഖങ്ങൾ സ്വോലോ കണ്ടു. ദെൻ ഹി ഫ്ലൂ ബാക്ക് ആൻഡ് ടോൾഡ് ദ പ്രിൻസ് വാട്ട് ഹി ഹാഡ് സീൻ. ഈ കണ്ട കാഴ്ചകളെല്ലാം സ്വോലോ പ്രിൻസിനോട് പോയിട്ട് പറഞ്ഞു. ഐ ആം കവേർഡ് വിത്ത് fine gold, said the prince. You must take it off leaf by leaf and give it to my poor people. They always think that gold can make them happy. അപ്പോൾ പ്രിൻസ് എന്ത് പറയുന്നു, എൻ്റെ ശരീരം മുഴുവന് ചെറിയ തിന്നായിട്ടുള്ള ഗോൾഡ് കൊണ്ട്, സ്വർണം കൊണ്ട് നിർമ്മിച്ചതാണ്. നീ എന്ത് ചെയ്യുക, ഓരോ പാർട്ടും, അതിൽ നിന്ന് ഓരോ പാർട്ടും കൊത്തിയെടുത്ത് ആവശ്യക്കാരായിട്ടുള്ള പാവപ്പെട്ടവർക്ക് കൊണ്ടുപോയി കൊടുക്കുക. കാരണം എന്താ, they always think that gold can make them happy. സ്വർണം അവരെ ഒരുപാട് സന്തോഷിപ്പിക്കുമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. Leaf after leaf of the fine gold the swallow picked off till the happy prince looked quite dull and grey. He took it to the poor and the children's face grew rosier and they laughed and played games in the street. We have bread now, they cried. അപ്പോൾ സ്വോലോ പ്രിൻസ് പറഞ്ഞതുപോലെ തന്നെ ഓരോ ചെറിയ ചെറിയ ഗോൾഡ് പ്ലേറ്റും കുത്തിയെടുത്ത് ആവശ്യക്കാരായിട്ടുള്ള കുട്ടികൾക്കൊക്കെ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കുകയാണ്, അല്ലേ. അങ്ങനെ എന്ത് ചെയ്യുന്നു, കുട്ടികളിത് കണ്ടിട്ട് ഒരുപാട് സന്തോഷിക്കുന്നു. അവർ പറയുന്നത് വി ഹാവ് ബ്രെഡ് നൗ, നമുക്കിനി നല്ല ഭക്ഷണം കഴിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഈ ഗോൾഡ് പ്ലേറ്റ് ഒക്കെ ഹാപ്പി പ്രിൻസിൻ്റെ മേലിൽ നിന്ന് പോയപ്പോൾ എന്താണ്, ഈ ഹാപ്പി പ്രിൻസ് ആകെ ഡൾ ആൻഡ് ഗ്രേ ആയിട്ടുണ്ട്, അതായത് ആകെ ഭംഗിയില്ലാതെ ആയിട്ടുണ്ട് കേട്ടോ. Question 20. What sights did the swallow see in the great city? സ്വോലോ എന്തൊക്കെ കാഴ്ചകളാണ് സിറ്റിയിൽ നിന്ന് കണ്ടത്?
Answer: the swallow flew over the great city and saw the rich making merry while the beggars were sitting in the gates. He flew into dark lanes and saw the white faces of starving children. Question 21. Did the gold given by the prince make the people in the city happy? How do we know? ഈ പ്രിൻസ് കൊടുത്തയച്ച സ്വർണം ഈ സിറ്റിയിലുള്ള ആളുകളെ സന്തോഷിപ്പിച്ചോ? നമുക്കെങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? Answer: yes, the swallow took the leaf-to-leaf gold to the poor, and the children's face grew rosier, and they laughed and played games in the street. We have bread now, they cried. The sacrifice എന്ന് വെച്ചാൽ ത്യാഗം. Then the snow came. The poor little swallow grew colder and colder, but he would not leave the prince. He loved him too well. He tried to keep himself warm by flapping his wings. അപ്പോൾ എന്താണ്? സ്നോ വന്നു, വിൻ്റർ സീസൺ വന്നു സിറ്റിയിൽ. അങ്ങനെ സിറ്റി മുഴുവൻ മഞ്ഞുകൊണ്ട് മൂടി. ഈ സ്വോലോയ്ക്ക് തണുപ്പ് സഹിക്കാൻ കഴിഞ്ഞില്ല. അവസാനം എന്ത് ചെയ്തു? സ്വോലോ തൻ്റെ കുഞ്ഞു ചിറകുകളിട്ട് അടിച്ചുകൊണ്ട് സ്വയം ചൂടാക്കി നിർത്താൻ ശ്രമിച്ചു. But at last he knew that he was going to die. He had just strength to fly up to the prince's shoulder once more. Goodbye dear prince, he murmured. പക്ഷേ സോലോയ്ക്ക് എന്തറിയാം? താൻ മരിക്കാൻ പോവുകയാണെന്ന് മനസ്സിലായി. സോലോയ്ക്ക് അത്രയും തണുപ്പ് സഹിക്കാൻ പറ്റാതായി. അങ്ങനെ ഉള്ള ശക്തി വെച്ച് സോലോ എന്ത് ചെയ്തു? താഴെ നിന്നും പ്രിൻസിൻ്റെ ഷോൾഡറിലേക്ക്, തോളത്തേക്ക് പറന്നിട്ട് എന്ത് പറഞ്ഞു? ഗുഡ് ബൈ പറഞ്ഞു. അല്ലേ, പ്രിൻസിനോട് ഗുഡ് ബൈ പറഞ്ഞു. ഹി മർമേഡ് എന്ന് പറഞ്ഞാൽ പിറുപിറുത്തു. ഐ എം ഗ്ലാഡ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഈജിപ്റ്റ് അറ്റ് ലാസ്റ്റ് ലിറ്റിൽ സ്വോലോ സെഡ് ദ പ്രിൻസ്. അപ്പോൾ പ്രിൻസിൻ്റെ വിചാരം എന്താ? സ്വോലോ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഈജിപ്റ്റിലേക്ക് പോവുകയാണെന്നാണ് പ്രിൻസിൻ്റെ വിചാരം. അപ്പോൾ സ്വോലോ പ്രിൻസ് എന്ത് പറഞ്ഞു? നീ എന്നെ സഹായിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നീ ഈജിപ്റ്റിലേക്ക് പോവുകയാണെന്ന് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായെന്ന് പ്രിൻസ് പറഞ്ഞു. ഇറ്റ് ഈസ് നോട്ട് ടു ഈജിപ്റ്റ് ദാറ്റ് ഐ എം ഗോയിങ് സെഡ് ദ സ്വോലോ. ഹി ഫെൽ ഡൗൺ ഡെഡ് അറ്റ് ഹിസ് ഫീറ്റ്. സ്വോലോ എന്ത് പറഞ്ഞു? ഞാൻ ഈജിപ്റ്റിലേക്കല്ല പോകുന്നത് എന്ന് പറഞ്ഞിട്ട് പ്രിൻസിൻ്റെ കാൽപാദത്തിൽ തന്നെ മരിച്ചു വീണു. At that moment, a curious crack sounded inside the statue, as if something had broken. The leaded heart had snapped right in two. അപ്പോൾ എന്താണ് ഇതുണ്ടായതും? ഇങ്ങനെ സ്വോലോ പ്രിൻസിൻ്റെ കാലിന് അടിയിലേക്ക് മരിച്ചു വീണപ്പോൾ ആ സ്റ്റാച്ചു ആണെങ്കിൽ പോലും എന്തായി? ഹൃദയത്തിൽ എന്തോ ഒന്ന് പൊട്ടി തകരുന്നത് പോലെ തോന്നി. എന്തായിരുന്നു അത്? ലെഡൻ ഹാർട്ടാണല്ലേ. ലെഡ് കൊണ്ടുണ്ടാക്കിയ തൻ്റെ ഹൃദയം പൊട്ടി തകരുന്നത് പോലെ തോന്നി. ഹൃദയം രണ്ടായി പിണർന്നു. ഇനി ഈ ഭാഗത്തുള്ള ചോദ്യം നോക്കൂ. Question 22. It is not to Egypt that I am going, the swallow said. Where did the swallow go? ഞാൻ ഈജിപ്റ്റിലേക്കല്ല പോകുന്നത് എന്ന് സ്വോലോ പറഞ്ഞു. പിന്നെ സ്വോലോ എങ്ങോട്ടാണ് പോയത്? Answer: the swallow was going to die. Question 23. What happened to the prince? പ്രിൻസിന് എന്താണ് സംഭവിച്ചത്? Answer: a curious crack sound inside the statue, as if something had broken. The heart of the prince was broken. The tragic end. Early the next morning, the mayor was walking in the square below in company with the town councillors. As they passed the column, he looked up at the statue. "Dear me, how shabby the happy prince looks," he said. "And here is actually a dead bird at his feet," continued the mayor. "As he is no longer beautiful, he is no longer useful. It's time we pull down the statue." So they pulled down the statue of the happy prince. അപ്പോൾ എന്താണ് അവസാനം ഉണ്ടായത്? പിറ്റേ ദിവസം രാവിലെ മേയർ എന്ന് വെച്ചാൽ ആ നഗരം ഭരിക്കുന്ന ആളാണ് കേട്ടോ. മേയറും അയാളുടെ കൗൺസിലേഴ്സും കീഴിലുള്ള മറ്റ് അധികാരികളും കൂടിയിട്ട് ആ സിറ്റിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ എന്ത് കണ്ടു? ഈ സ്റ്റാച്യൂവിനെ കണ്ടു. അപ്പോൾ ഈ സ്റ്റാച്യു എന്താണ്? ഗോൾഡ് പ്ലേറ്റോ അല്ലെങ്കിൽ രത്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ആകെ പഴകി ജീർണിച്ച ഒരു അവസ്ഥയിലായിരുന്നു ഈ സ്റ്റാച്യു. കണ്ണൊന്നുമില്ല അല്ലേ. അപ്പോൾ മേയർക്ക് എന്ത് തോന്നി? ഇത് സിറ്റിയെ അഭംഗിയാക്കുന്നുണ്ട്, ഇതിൻ്റെ ഭംഗിയെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഇവിടെ ഇനി വേണ്ട എന്ന് പറയുന്നു. മാത്രമല്ല ആ സ്റ്റാച്യുവിൻ്റെ താഴെ തന്നെ ഒരു കിളി ചത്ത് കിടക്കുന്നുണ്ട്. നമ്മുടെ സ്വോലോ ആണത്. കിളി ചത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആ സിറ്റുവേഷൻ അധികം വേസ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറഞ്ഞു? നമുക്കിനി ഈ സ്റ്റാച്യുവിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല, അതിവിടെ കൂടുതൽ അഭംഗിയാക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ ആ സ്റ്റാച്യു എന്ത് ചെയ്തു? പുൾ ഡൗൺ, താഴേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നത്. Question 24. Why did the mayor decide to pull down the statue? മേയർ എന്തുകൊണ്ടാണ് ആ സ്റ്റാച്യു അവിടെ നിന്നും ഒഴിവാക്കാനായിട്ട് തീരുമാനിച്ചത്? Answer: the happy prince looks shabby and there is a dead bird at his feet. As he is no longer beautiful, he is no longer useful. So the mayor decided to pull down the statue.
അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ചെയ്യാനായിട്ടുള്ളത്. ലെസൺ ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ലെറ്റ്സ് റൈറ്റും അതുപോലെ തന്നെ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും പ്രോജക്റ്റ് വർക്കും ഒക്കെയാണ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ ആ ക്ലാസ് മിസ് ചെയ്യാതെ തന്നെ കാണുക. ആ ക്ലാസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വെക്കണേ. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്